വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ തിരുവനന്തപുരം ഡിവിഷനിലാണ്, ആറാത്തിയിലാണ്, പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ ആറാത്തിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാമ്പ് പിടുത്തം ഒരു എല്ലാവർക്കും ഒരു ആശ്ചര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോഴത്തേക്കും ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം, ഒരു ഇൻസിഡന്റ്? അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 400-ലധികം പാമ്പുകളെ, വിഷമുള്ളതും ഇല്ലാത്തതും ഒക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. 73ഓളം പെരുമ്പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ശാസ്ത്രീയമായ രീതിയിലാണ് ശരിക്കും റെസ്ക്യൂ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ പൈത്തൺ പെരുമ്പാമ്പിനെ എടുക്കുമ്പോഴുള്ള കുറച്ച്, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇത്രയും വലിയൊരു പാമ്പിനെ എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. മീൻസ് നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഇതിനെ പൊക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്ര മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത് പക്ഷേ ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. വളരെ സന്തോഷം. പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആകെ 5 പാമ്പ് മാത്രമേ ഉള്ളൂ വിഷമുള്ളത്. രാജവെമ്പാല, റസൽസ് വൈപ്പർ, കോബ്ര, കോമൺ ക്രേറ്റ്, പിന്നെ ഈർച്ചവാളൻ, ശൽക്ക അണലി എന്ന് പറഞ്ഞിട്ട് അണലിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും. ഇതിൽ അണലി ഡേഞ്ചറാണ്. ക്രേറ്റ് അതുപോലെയാണ്. ക്രേറ്റും കുറച്ച് വിഷമുള്ളതാണ്, നല്ല വെനമസ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതിലെല്ലാം വിഷമുള്ളതാണ് രാജവെമ്പാല, കിങ് കോബ്ര. പക്ഷേ എന്തുവാണ്, കിങ് കോബ്ര അധികം അങ്ങനെ ബൈറ്റ് നമുക്ക് കേസ് ഉണ്ടായിട്ടില്ല, വളരെ കുറവാണ്. 2 കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം അതിൻ്റെ ആൻറ്റിവെനം നമുക്കിവിടെ ലഭ്യമല്ല. തായ്ലൻഡിലാണ് ആൻറ്റിവെനം ഉള്ളത്. പിന്നെ പുറത്തധികം ഇറങ്ങാറില്ല. നമുക്ക് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് റസൽസ് വൈപ്പർ, അണലിയുടേത്, കോമൺ ക്രേറ്റ്, വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്, കോബ്രയൊക്കെയാണ്. സ്ത്രീകൾ കൂടുതലായിട്ട് വരാത്തൊരു മേഖലയാണ് അല്ലേ? സ്ത്രീകൾ കൂടുതലായിട്ടൊന്നല്ല, ആരും വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷമാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത്. പാമ്പ് മാത്രമല്ല, ഞാൻ അത്യാവശ്യം വന്യജീവികളെല്ലാം റെസ്ക്യൂ ചെയ്യാറുണ്ട്. മുള്ളമ്പന്നി, മരപ്പട്ടി, മാന്, മയിൽ തുടങ്ങിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നതിനൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഒത്തിരി മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ളവയാണ് അവയും. അപ്പോൾ പുറത്തിറങ്ങുന്നത് അറിയാമല്ലോ, നമ്മുടെ മനുഷ്യരുടെ ഒരു ബുദ്ധിമുട്ടിക്കൽ കൊണ്ട് തന്നെയാണ് വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അവയെ നമ്മൾ വീണ്ടും അവയുടെ ഒരു ശരിക്കും പുറത്ത് വരുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിച്ചിട്ട് തിരിച്ച് വനത്തിലേക്ക് വിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ വരണം, സ്ത്രീകൾ വരട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ആരും മുന്നോട്ട് ഇറങ്ങുന്നില്ല. മീൻസ് പാമ്പ് എന്ന് പറയുമ്പോൾ മാത്രം ഒരു 95% പേർക്ക് ഒരു പേടിയാണ്. നമ്മൾ അതിന് ഇച്ചിരി ധൈര്യവും കൂടി വേണം. അത് വേണ്ടാന്നൊരിക്കലും പറയൂല. പക്ഷേ സന്തോഷമാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പേടിയില്ല. ആ പേടി ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പേടി ഇല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് അങ്ങനെ തോന്നാറില്ല.